ഫ്രോങ്സ് ഓർ ടൈസർ ഈ രണ്ട് വെഹിക്കിളിൽ നിങ്ങൾ ഏത് വെഹിക്കിൾ ചൂസ് ചെയ്യും? ഫ്രോങ്സ് മാരുതിയുടേതാണ്, ടൈസർ ടൊയോട്ടയുടേതാണ്. ബട്ട് ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് വെഹിക്കിളും ഒന്നാണ്. മാരുതി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രോങ്സ് ടൊയോട്ടയുടെ ബാഡ്ജിലേക്ക് വരുമ്പോഴത്തേക്കും അത് ടൈസർ ആവുന്നു എന്ന് മാത്രം. രണ്ടും ഡിറ്റോ സെയിം ആണ്. എഞ്ചിനായാലും ഇൻറ്റീരിയേഴ്സ് ആയാലും പെർഫോമൻസ് ആയാലും സസ്പെൻഷൻ ഒക്കെ തന്നെ സെയിം ആണ്. പ്രൈസ് വൈസും രണ്ടും ഏകദേശം ഒരേ പ്രൈസാണ്. വാറൻറ്റിയും രണ്ടിനും ഒരേപോലെയാണ്. സോ ഏത് വെഹിക്കിൾ ചൂസ് ചെയ്യുന്നുള്ളത് പേഴ്സണൽ പ്രിഫറൻസും ബ്രാൻഡിനോടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റും ആണ്. പിന്നെ കമ്പാരിറ്റീവ്ലി സുസുക്കിക്ക് കുറച്ചും കൂടി സർവീസ് സെൻറ്റേഴ്സും സർവീസ് നെറ്റ്വർക്കും കൂടുതലാണ്. സോ ബെറ്റർ സർവീസ് വേണമെന്നുണ്ടെങ്കിൽ ഫ്രോങ്സ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ഇനി കുറച്ചും കൂടെ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ടത് യൂസ്ഡ് ഫ്രോങ്സ് അല്ലെങ്കിൽ യൂസ്ഡ് ടൈസേഴ്സ് ആണ്. ഫ്രോങ്സ് ഏകദേശം 2023 മുതലും ടൈസേഴ്സ് 2024 മുതലും അവൈലബിൾ ആയിട്ടുണ്ട്. ഈ രണ്ട് മോഡൽസിനും ഇതുവരെ വലിയ അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. സോ ഫീച്ചർ വൈസും വലിയ വ്യത്യാസങ്ങളൊന്നും വരാനില്ല. ബട്ട് ബഡ്ജറ്റ് വൈസ് അത് ഭയങ്കര വ്യത്യാസമാണ് താൻ. ചിലപ്പോൾ 30 lakhsന് മുകളിലായിട്ട് വരുന്ന ഒരു ഫുൾ ഓപ്ഷൻ മോഡൽ യൂസ്ഡ് കാർ ബൈ ചെയ്യുമ്പോഴത്തേക്കും ഒരു 10 lakhsന് ഉള്ളിലായിട്ട് കിട്ടാവുന്നതാണ്. ബട്ട് പ്രോപ്പറായിട്ട് ഇൻസ്പെക്ട് ചെയ്തെടുക്കണം. സോ ഒരു 15 lakhsന് അണ്ടറിലായിട്ട് നല്ലൊരു പൊട്ടൻഷ്യൽ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് വെഹിക്കിൾ ചൂസ് ചെയ്യുമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളെ പർപ്പസ് അനുസരിച്ചുള്ള വെഹിക്കിൾ ബൈ ചെയ്യാനോ ചൂസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് DM കൂടെ ചെയ്തേക്കുക.